അങ്ങനെ പൊളിച്ചു നോക്ക് എന്താ അതിന്റെ ഉള്ളിൽ നിന്ന് അറിയാൻ വേണ്ടിട്ടാണ്. അതാ കതിര് കതിര് കാണിക്ക ശരിക്കും കാണട്ടെ. അമ്മമ്മ അങ്ങോട്ട് പോകുമ്പോഴും ഒന്നെടുത്ത് കഴിക്കും, ഇങ്ങോട്ട് വരുമ്പോഴും ഒന്നെടുത്ത് കഴിക്കും. അയ്യോ ഇങ്ങോട്ട് നോക്കമ്മ. ഇന്ന് ഞങ്ങൾ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോകാട്ടോ. അത് എത്ര പേര് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് അറിയണത്. അതെന്താ അറിയോ, കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ല ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കാം. തെങ്ങിന്റെ പൊങ്ങ്. പക്ഷെ പൊങ്ങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുണ്ടാവും, തേങ്ങയുടെ ഉള്ളിലത്തെ. അത് ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. അത് നമുക്ക് എപ്പോഴും അറിയാം. കാരണം നാളികേരം ചിരക എടുക്കുന്ന സമയത്ത് അങ്ങനെ മുളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കിട്ടും. അത് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. അതേ സ്വാദ് തന്നെയാണ് ഇതിനും. അത് കഴിച്ചു നോക്കാനിട്ടാണ് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സാധനം. ഇത് തെങ്ങിന്റെ കൂമ്പാണ്. തെങ്ങിന്റെ കൂമ്പാണ്. കാണിച്ചു തരാം കേട്ടോ. കാണാത്തവരുണ്ടാവോ അമ്മേ? ഞാനിത് കണ്ടിട്ടില്ല, ഞാനിത് ആദ്യമായിട്ടാണ് കണ്ടോ. ഇത് ഇന്നലെ മുറിച്ച് വെച്ചതാണ്, അതുകൊണ്ടാണ് ചുവന്ന കളറൊക്കെ ചെറുതായിട്ട് വന്ന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. എന്തോ നന്നല്ലാത്ത സാധനം പോലെ അവിടെ ഉപേക്ഷിച്ചിട്ടത് കിടക്കുക. ഞാൻ മാത്രം എടുത്ത് കഴിച്ചിരുന്നു. ഇത് ആർക്കും പക്ഷെ അറിയില്ല. ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ പറ്റും. അമ്മമ്മ ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നത് അതാണ് കേട്ടോ. പൊങ്ങിന്റെ സ്വാദാണ് ഇതിന്. പൊങ്ങിന്റെ സ്വാദാണ്. അപ്പൊ അത് വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റും. പരീക്ഷണം നോക്കുകയാണ്. അതെ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് എടുത്തിട്ട് ഒന്ന് തോരൻ വെച്ച് നോക്കുക, നന്നാകുമോ നോക്കട്ടെ. പക്ഷെ അമ്മമ്മ പറയണത് കുക്ക് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല, കാരണം ഇങ്ങനെ കഴിക്കാൻ പറ്റണല്ലേ. അതെ, ഇങ്ങനെ വെറുതെ കഴിച്ച് കഴിക്കുന്ന സാധനമാണ്. അപ്പോൾ കുക്ക് ചെയ്യൊന്നും ചെയ്യണില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് തോരൻ എങ്ങനെ ഉണ്ടാക്കാം ഇത് വെച്ചിട്ട്. ടേസ്റ്റി ആണോ എന്നൊരു പരീക്ഷണമാണ് കേട്ടോ. അത് നോക്കി നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും. നമ്മൾ കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഓല അതന്നെ അല്ലേ? ഓല നടുക്കൂടെയുള്ള ആ ഭാഗവും ഓലകളും കണ്ടോ. ശരിക്കും ഇങ്ങനെ ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതന്നെ ഇതിന്റെ ഒക്കെ തുടക്കം അതാണ് ഇത് സംഭവം. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ വെറുതെ പൊട്ടിച്ചാൽ കണ്ട അങ്ങനെ കിട്ടും. അങ്ങനെ കഴിക്കാവുന്നതാണ്. നല്ല അങ്ങനെ കഴിക്കാവുന്ന സാധനമാണ് ഇപ്പൊ ഇരിക്കണമൊക്കെ. പകുതി ഇങ്ങനെ കഴിച്ചിട്ട് കൊറേ ഒക്കെ തീർന്നു. അതെ, അമ്മമ്മ അങ്ങോട്ട് പോകുമ്പോഴും ഒന്നെടുത്ത് കഴിക്കും, ഇങ്ങോട്ട് വരുമ്പോഴും ഒന്നെടുത്ത് കഴിക്കും. അങ്ങനെ പകുതി കഴിക്കുന്നുണ്ട്. അതെ, കുട്ടികളൊന്നും ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. പക്ഷെ എന്നാലും ഉണ്ടാക്കി നോക്കട്ടെ കേട്ടോ. അപ്പൊ നന്നാവും. മുത്തശ്ശി കഴിച്ചുകൊണ്ടിരിക്കുക. മുത്തശ്ശിയെ കഴിച്ചിട്ട് തന്നെ ഇപ്പൊ ഇങ്ങനെ ഇതായിട്ടുള്ളത് കാണുമ്പോ കരിമ്പ് മാതിരി ഇല്ലേ? ഇത്രയും കൂടി വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ കരിമ്പ് മാതിരി ഉണ്ടാവും. ഇത് പക്ഷെ കിട്ടണം എന്നുണ്ടെങ്കിലോ നമ്മൾ തെങ്ങ് മുറിക്കുമ്പോ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ, അല്ലാണ്ട് കിട്ടാൻ വഴിയില്ല അല്ലേ? അതെ, തെങ്ങ് മുറിക്കുമ്പോ മാത്രം കിട്ടുന്ന സാധനമാണ്. അപ്പൊ ആരുടെങ്കിലൊക്കെ വീട്ടിൽ തെങ്ങ് മുറിക്കുന്ന സമയത്ത് നോക്കുകൊണ്ടു ഇങ്ങനൊരു സാധനം കിട്ടും. അല്ലാണ്ട് എപ്പോഴും കിട്ടാൻ നമുക്ക് ഒറ്റ കിട്ടില്ല. അങ്ങനത്തെ അതെ, തെങ്ങിന്റെ ഉള്ളിലുള്ളത്, മറ്റത് നാളികേരത്തിന്റെ ഉള്ളില്. അതെ, ഒക്കെ വേറെ വേറെ ആയിട്ട് ഇങ്ങനെ വരുന്നു, വല്ല ബുക്കിന്റെ പേജ് മാതിരി. ഉണ്ടോ ഗർഭാവസ്ഥയിലിരിക്കണ കുട്ടികളാണ് അതൊക്കെ. അതന്നെ, അത് നമ്മൾ കട്ട് ഇത് പീസാക്കാൻ പോവാ. ഇതിങ്ങനെ നുറുക്കുമ്പോ ശരിക്കും വാഴപ്പിണ്ടിയുടെ തോരല്ലേ അത് വെക്കില്ലേ, അതുപോലെ വാഴപ്പിണ്ടി ഒക്കെ നുറുക്കണ മാതിരി ഭയങ്കര സുഖമായിട്ടോ. മുറിക്കാനൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. ഇത് ഞാനിത് തുടങ്ങണ സമയത്ത് ഇതിൽ നിറച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ പകുതി മുത്തശ്ശി അടുക്കുന്ന കളിയാക്കി. എന്തായാലും തോരനുള്ളതുണ്ട്, ഒരു തോരനൊക്കെ ഉള്ളത് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എന്താ, കുക്കിംഗ് ഗ്യാസിന് ചെലവൊന്നുമില്ല ഇങ്ങനത്തെ ഭക്ഷണങ്ങളാവുമ്പോ. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തെ സ്കൂളിൽ പാഠം ഉണ്ടാവും തെങ്ങിനെ പറ്റിയിട്ട്. തെങ്ങ് കൽപ്പക വൃക്ഷാണെന്ന് പറയുക. എന്താണ് ഈ കൽപ്പക വൃക്ഷം? എന്താണ് അറിയോ? പലതും നമുക്ക് കിട്ടാനുള്ളത്. തെങ്ങിലത്തെ ഒരു കാര്യം കളയാനില്ല, ഒന്നും കളയാനില്ല. തെങ്ങിന്റെ തടി ഈർന്ന്, മരം ഇല്ലാത്തവർക്ക് തെങ്ങിന്റെ തടി ഈർന്ന്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ മരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പേർപ്പണിച്ചില്ല.
അതിന്റെ ഓലയും മടലും കത്തിക്കും. തേങ്ങ ഇളനീരൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് പിന്നെ ആരും പറഞ്ഞു തരുന്നില്ലേ? ചകിരി കളയണ്ട, ചിരട്ട കളയണ്ട, അതൊക്കെ കത്തിക്കും. തെങ്ങിന്റെ ഒരു ഭാഗവും കളയാനില്ല. അതാണ് തെങ്ങ് കൽപ്പവൃക്ഷ പറയുന്നത്. ശരിയാ, കണ്ടോ എല്ലാം ഒരു സാധനം കളയാല്ലേ, ഒരു ഭാഗം കളയാത്ത ഒരേ ഒരു മരം ഉള്ളത്. ഇപ്പോഴല്ലേ ഗ്യാസൊക്കെ വന്ന്. പണ്ട് കാലത്ത് വിറക് കത്തിച്ചിട്ടാണ് എല്ലാവരും ഉണ്ടാക്കുക. അപ്പൊ തെങ്ങിന്റെ പൂവല്ല, പട്ട, അടല് അതൊക്കെ കത്തിക്കുക. ചിരട്ടയും ചകിരിയും കത്തിക്കുക. തേങ്ങ നമ്മള് കറിക്ക് ഉപയോഗിക്കും. ആട്ടിയിട്ട് എണ്ണ എടുക്കും. അങ്ങനെ തേങ്ങ കൊണ്ടുള്ള ഉപയോഗം. തടി ഈർന്നിട്ട് വീട് പണിയെടുക്കും. അതാണ് തെങ്ങ് കൽപ്പക വൃക്ഷം എന്ന് പറയുന്നത് പഴയ കാലത്ത്. ആരും കേട്ടിട്ട് കൂടി ഉണ്ടാവില്ല. നാളികേരം മാത്രം കാണാല്ലേ. അപ്പൊ ദാ നമ്മള് ഫുള്ള് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തോരൻ ഉണ്ടാക്കാൻ പോവാട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? കുക്ക് ചെയ്യണമൊന്നുമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ജസ്റ്റ് എന്താണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കിയോ. അപ്പോൾ അതാ നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ആദ്യം ഒന്ന് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ. ഇതിലേക്ക് കടുകും ചുവന്ന മുളകും കറിവേപ്പിലയും കൂടി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം, താളിച്ചെടുക്കാം. നമുക്കിതിലേക്ക് അരപ്പിന് വേണ്ടി, അരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നും കൂടി ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നാളികേരം, ഒരു പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്നുകൂടി ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അതായത് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി, വളരെ കുറച്ച്. ഇത് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത്, നല്ല തീ കുറച്ചിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ. ഇതിലിനി വെള്ളം ഒന്ന് ചേർക്കുക ഒന്നും വേണ്ട, ഒന്നും ചേർക്കുക. കാരണം ഇത് ഓൾറെഡി കുക്ക് ചെയ്ത ആ ഒരു പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വേറെ കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആ ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർക്കുക വേണ്ടു. അപ്പോൾ അതൊക്കെ ഉണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നാളികേരം ഒക്കെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് കുറച്ച് നേരം ഒന്നിങ്ങനെ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് വെറുതെ ഒന്ന് ചൂട് കയറിക്കോട്ടെ എന്ന് കരുതി മാത്രം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ അമ്മമ്മയ്ക്ക് കൊടുത്താൽ കേട്ടോ. അമ്മമ്മ കഴിച്ചേക്ക് കൈ എനിക്ക്. എങ്ങനെയുണ്ട് സംഭവം? അല്ല അതെ. അപ്പോൾ എന്തായാലും അറിയില്ല. അപ്പോൾ പണി പാളിയിട്ടില്ല എന്നർത്ഥം. അപ്പം നല്ലതാണ്. ഭാഗ്യമായി എന്തായാലും. ഇതിപ്പോൾ എന്ത് ടേസ്റ്റ് ഉണ്ടാവുകയെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഉണ്ടാക്കി നോക്കിയത് എന്തായാലും കൊള്ളാമല്ലേ. അപ്പോൾ വീട്ടിൽ തെങ്ങ് വെട്ടുന്നവരുണ്ടാക്കി നോക്കിക്കൊണ്ട്. അല്ല, ആരെങ്കിലും വീട്ടിലങ്ങനെ വെട്ടുകയാണെങ്കിൽ മാത്രം ഉണ്ടാക്കി നോക്കാൻ പറ്റണേ. ഇപ്പം നിവർത്തില്ലാണ്ടല്ലേ ഇപ്പം നമ്മൾ ചെയ്ത് ഇലക്ട്രിസിറ്റിയുടെ കേബിളിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അതുപോലെ മുറിക്കുന്നവർ. ആ അതെ, ആ അതെ. നിവർത്തില്ലാണ്ട് വരുമ്പോൾ അതെ, അങ്ങനെ വെട്ടുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. അതന്നെ. അപ്പോൾ കൊള്ളാല്ലേ.
നല്ലത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ പരീക്ഷണം, തെങ്ങിൻ്റെ കൂമ്പ് കൊണ്ടുള്ള തോരൻ. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ശരിക്കും എന്താവുന്നുള്ളത്. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ ഉച്ചയൂണിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റ്, നല്ല തൈരൊക്കെ കൂട്ടി കറിയുടെ കൂടെ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു തോരന് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും പറയുകയാണ്, നമുക്കും ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെ ആവും എന്നുള്ളത്. പക്ഷേ എന്തായാലും പരീക്ഷണം സക്സസ് ആയി. അപ്പോൾ ആരുടെയെങ്കിലൊക്കെ വീട്ടിൽ ഇതുപോലെ തെങ്ങ് മുറിക്കുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ. അല്ലാണ്ട് ആരും തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് തെങ്ങ് മുറിക്കില്ലല്ലോ. അതന്നെ. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു അടിപൊളി നല്ല തോരൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും പലർക്കും കൺഫ്യൂഷൻ കാണും, ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളത്, എന്ന് വെച്ചാൽ ഏത് ഭാഗമാണ് എന്നുള്ളത്. എനിക്കും ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ. അപ്പോൾ നേരിട്ട് നമ്മൾ പോയാൽ തന്നെയാണ് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് മുറിച്ചെന്ന് നേരത്തെ പറഞ്ഞില്ലേ, കണ്ടോ ഇലക്ട്രിസിറ്റിയുടെ ആ വയർ കമ്പി അത് കൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് നമ്മൾ ഈ തെങ്ങ് വരുന്ന സമയത്ത് അത് പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് അത് മുറിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്കിത് എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ളത് നോക്കി വെക്കട്ടോ. ഇതാ കണ്ട, ഇതാ കിടക്കണം. ഇതിൻ്റെ ഈ നടുഭാഗം ഇങ്ങനെ അല്ലേ, ഇതാണ് ഇതിനുള്ളിൽ നിന്നാണ് മറ്റേ ഇതൊക്കെ വരിക. ഇതാണ് ഈ തേങ്ങയൊക്കെ വരുന്നത് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടുന്നാണ് ഏകദേശം ഇതിൻ്റെ ഈ നടുഭാഗത്ത് നിന്ന് ഇത് ഈ ഭാഗത്തിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊളിച്ചിട്ട് എടുത്തതാണ്. ഇത് കാണിക്ക്, ഇതാണ് അടുത്ത് വരുന്ന പൂക്കിലാണിത്. ഇതില്ലേ കണ്ടോ കണ്ടോ, ഓരോ ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഓരോരോ പൂക്കല വരും. പൂക്കുലയാണിത്. ഈ ഓരോ പട്ടറ ഉള്ളിൽ നിന്ന് ഓരോ പൂക്കല വരും. ഈ പൂക്കല നൈസായിട്ട് വരുമ്പോഴാണ് എന്താ വെച്ചിട്ടുണ്ടോ അത് പൊങ്ങായിട്ട് ഇങ്ങനെ മാറുന്നത്. കടുപ്പം കൂടുമ്പോൾ മറ്റേ നമ്മളിന്ന് ഉണ്ടാക്കിയത് അതിന്റെ ഫസ്റ്റിൽ ഇങ്ങത്താണ് വരിക. അപ്പൊ ഇതിനുള്ളിലേക്ക് ഒന്നുമില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഈ ഭാഗത്തെ ഒരു ഭാഗത്താണ് നൈസായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഭാഗമാണ് അത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം അത് ഒന്നും പറ്റില്ല. മുറിച്ചിട്ടതാണ് ഹാർഡായി. ഇതിന്റെ ഉള്ളിൽ തന്നെ ഓലയുടെ ഒക്കെ ഭാഗമല്ല. ഇത് മുറിച്ചിട്ടുള്ളതിന്റെ ഭാഗമാണിത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഹാർഡായിട്ടാണ് കാണുക. കണ്ടോ, ഇതിലുണ്ട് ഇങ്ങനെ ചെറുതായിട്ട്. പക്ഷെ എന്നാലും ഹാർഡ് ഇവിടെയൊക്കെ എത്തുമ്പോഴുണ്ടോ ഹാർഡായി തുടങ്ങിയുണ്ടോ. ഇങ്ങനെ കാണാം. അങ്ങോട്ട് കാണിക്ക്, നീക്ക് കണ്ടോ, ഇങ്ങനെ മുറിച്ചതാണ്. ഇനി ഇതിനുള്ള പട്ട വരിക, കുരുത്തോല. അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയിലത്തെ ഈ ഭാഗമാണോ ഇപ്പൊ എടുത്തത്? രാജാ, രണ്ടിന്റെ ഇടയിൽ അവിടെയാണ് സോഫ്റ്റ് ഉള്ളത്. അവിടുന്ന് ഇങ്ങടെ അതിന്റെ ആ ഭാഗത്ത് നിങ്ങളുടെ ഈ ഭാഗത്തുള്ള ഒരടി ഏകദേശം അതാണ് സോഫ്റ്റ് ആയിട്ടുള്ള. അതാണ് ഇപ്പൊ നമ്മളിന്ന് ഉപ്പേരി വെച്ചുള്ള ഭാഗത്തിന്റെ ഇതായിട്ടുള്ളത്. അതിന്റെ കവറാണിത്. ഇതിങ്ങനെ മൂടിയിട്ടുള്ള അല്ലേ, ഇതാണ് സംഭവം. ഇതൊക്കെ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇതാണ് പൂക്കല പറഞ്ഞ സാധനം കയ്യിലുള്ളത്. ഇതാണ് പൂക്കല. ഇതിനുള്ളിലാണ് തേങ്ങ ഉള്ളത്. ഇതിങ്ങനെ വലുതായി വന്നിട്ടാണ് തേങ്ങയാവുക. കണ്ടോ അച്ചിങ്ങ വലിയ ഇതായിരുന്നു അല്ലേ, ചെറുതൊക്കെ. അങ്ങനെ ഇത് കൊതുമ്പ് എല്ലാവർക്കും അറിയുന്നൊക്കെ ഉണ്ടാവൂലേ. ഇപ്പം നമ്മളെ കയ്യിലുള്ള ഈ ചെറിയ സംഭവം ഇത് ഹാർഡായി കഴിഞ്ഞാലാണ് ഈ രൂപത്തിലെത്തുക. കണ്ടില്ലേ, ഇതിൻ്റെ അമ്മയും കുട്ടിയാണ് ഇപ്പം ഇത്. ഇത് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ചെറുത് കണ്ട സോഫ്റ്റായിട്ടായിരിക്കണം കേട്ടോ. ഇത് കണ്ടത് ഭയങ്കര ഹാർഡായിട്ടായിരിക്കണം. ഇത് കണ്ട, ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കുരുത്തോല നമ്മളൊക്കെ പറയുന്ന സാധനം. അതായത് ഇപ്പോൾ നമ്മളിന്ന് കഴിച്ചതിൻ്റെ കുറച്ചും കൂടെ വലിയ രൂപം, കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള രൂപം. നമ്മൾ അമ്പലങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുരുത്തോല ഇങ്ങനെ കുറച്ചും കൂടെ ഒക്കെ വലുതായതാണത്. ഇങ്ങനെ അതന്നെ അങ്ങനെ പൊളിച്ച് നോക്ക് എന്താ അതിൻ്റെ ഉള്ളിലെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് പൂക്കുലയുടെ കുട്ടിയാണ്. അതിൻ്റെ ഉള്ളിൽ എന്താ എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ വീണ്ടും ചെറുത്. ഇനിയും പൊളിച്ചെന്താ ഉണ്ടാവുക? ഇങ്ങനെയാണ് കണ്ടോ പൂക്കുല ഉണ്ടാവുക. ഒരു കോല് പോലെ ഇനിയും പൊളിക്കാൻ പറ്റുമോ? അതിൻ്റെ അതാ കതിര് നോക്കട്ടെ, കാണിക്ക് ശരിക്കും കാണട്ടെ, തുറക്കട്ടെ മൊത്തം. കേട് വരുത്താണ്ട് നല്ല വൃത്തിക്ക് പൊളിക്കേ. പൂക്കുല ശരിക്ക്, അയ്യടാ ഒരു കുഞ്ഞു പൂക്കുല. വാ, അയ്യോ ഇങ്ങോട്ട് നോക്കമ്മ, കുഞ്ഞു
കുഞ്ഞു പൂക്കുല. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു അപൂർവ കാഴ്ചയാണ് കേട്ടോ. എൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ ഒതുങ്ങണ പൂക്കുല കണ്ടോ. അയ്യോ, ഞാനെന്നെ ആദ്യമായിട്ട് അങ്ങനെ കാണണം കേട്ടോ. ഇത് എത്ര പേരിങ്ങനെ കണ്ടിട്ടുണ്ട് ഇത്ര കുഞ്ഞു പൂക്കുല. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും ഒപ്പം വരുന്നുണ്ട്. കാരണം ഒരു പൂക്കുലൊക്കെ ഉണ്ടായി വലിയ എന്താ പറയുക തെങ്ങിൻ്റെ മുകളിൽ ഇതുപോലെ കണ്ടോ ഒരു കുഞ്ഞു പൂക്കുല ഇങ്ങനെ വളർന്നിട്ടല്ലേ നാളികേരമൊക്കെ ആയിട്ട് മാറണത്. അപ്പോൾ അത് നമ്മൾ വെട്ടിയിട്ട് ഉള്ളതിൻ്റേതാണ് ഇപ്പോൾ ഇത്. പക്ഷേ എന്നാലും ഇത് വല്ലാത്തൊരു കാഴ്ചയായിപ്പോയി. ശരിക്കും നമ്മളുടെ ജീവിതം പോലെയൊക്കെ തന്നെയല്ലേ, നല്ലപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ. ഒരു കുഞ്ഞിൻ്റെ ഗർഭാവസ്ഥയിൽ തൊട്ടിട്ട് ജനിച്ച് വളർന്നു വരുന്ന ഓരോരോ ഘട്ടങ്ങളല്ലേ, ആ ഓരോ ഭാഗങ്ങളാണ് ഇങ്ങനെ നമ്മളിപ്പോൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എന്താ പറയുക, എല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് കാണാനുള്ള ആ ഒരു അവസരം ശരിക്കും ഉണ്ടായി. വിഷമമുള്ള കാര്യമാണ് എന്നാലും കൂടെ ഉണ്ടായി. അപ്പോൾ എന്തായാലും കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം എന്നല്ലേ പറയാം. അപ്പോൾ കാണാത്ത ഒരു കാഴ്ചയായിരുന്നു. ഞാൻ എന്തായാലും ഇത് കാണാത്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം.